ആരാധകർ ഏറെ കൗതുകത്തോടെയാണ് കൽക്കി 2898 ADക്കായി കാത്തിരിക്കുന്നത്. ഇന്ത്യൻ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഊന്നിക്കൊണ്ട് ഭാവിയിൽ നടക്കുന്ന സയൻസ് ഫിക്ഷൻ കഥയായിരിക്കും ആരാധകർക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകളും ഏറെയാണ്. ചിത്രത്തിലെ വില്ലനായി ഉലകനായകൻ കമൽഹാസൻ എത്തുമോ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ സംശയിക്കുന്നത്. 2 ഭാഗമായിട്ടായിരിക്കും കൽക്കി എത്തുകയെന്നും ഇതിൽ ജൂണിൽ ഇറങ്ങുന്ന ആദ്യ ഭാഗത്തിൽ 20 മിനിറ്റ് സമയത്തേക്കായിരിക്കും കമൽഹാസന്റെ റോൾ ഉണ്ടാവുക എന്നും പ്രതിനായക വേഷമായിരിക്കും കമൽഹാസൻ ചെയ്യുന്നത് എന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ തെലുങ്കിൽ നിന്നും പ്രചരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണവുമായി അണിയറ പ്രവർത്തകർ ഇതുവരെ എത്തിയിട്ടില്ല. ചിത്രത്തിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ ഉറ്റ ചെങ്ങാതിയായ ബുജിയുടെ രൂപം പ്രേക്ഷകർക്ക് മുന്നിൽ മെയ് 22-ന് അണിയറ പ്രവർത്തകർ വെളിപ്പെടുത്താൻ പോവുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ ബിൽഡിംഗ് എ സൂപ്പർ സ്റ്റാർ ബുജി എന്ന വീഡിയോയിൽ ഒരു കൊച്ചു റോബോട്ടായ ബുജിക്ക് മറ്റൊരു രൂപം നൽകാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നതായി കാണാം. എന്നാൽ അവരുടെ ശ്രമങ്ങളെല്ലാം ഫലിക്കാതെ വരുന്ന വേളയിൽ നിരാശനായി ബുജി നിൽക്കുമ്പോൾ പ്രഭാസിന്റെ കഥാപാത്രമായ സാക്ഷാൽ ഭൈരവ തന്നെ ബുജിയെ സഹായിക്കാൻ രംഗത്തെത്തുന്നുണ്ട്. ബുജിക്കായി പുതിയൊരു ഉടലും വാഹനവും ഭൈരവ ഒരുക്കിയിട്ടുണ്ട്. അത് മെയ് 22-ന് വെളിപ്പെടുത്തുന്നതിലൂടെ ബുജിയുടെ പുതിയ രൂപവും ആരാണ് ബുജിയുടെ വേഷമിടുക എന്ന കാര്യവും പ്രേക്ഷകർക്ക് അറിയാനാകും. മുൻപ് പുറത്തുവിട്ട കൽക്കിയിലെ കഥാപാത്രങ്ങളായ ഭൈരവ, അശ്വത്ഥമാവ് തുടങ്ങിയ കഥാപാത്രങ്ങളെ സ്വീകരിച്ചതുപോലെ തന്നെ ബുജിയെയും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. വമ്പൻ ബജറ്റിൽ വിവിധ ഭാഷകളിലായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച് നാഗശ്വൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. ജോർജ് സ്റ്റോജിൽകോവിച്ച് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ കോട്ടഗിരി വെങ്കടേശ്വര റാവു ആണ്. തമിഴകത്തെ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള സന്തോഷ് നാരായണനാണ് കൽക്കി 2898 ADയുടെ പാട്ടുകൾ ഒരുക്കുന്നത്. 600 കോടി ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ 8 മാസം നീണ്ടുനിന്ന VFX വർക്കാണ് നടന്നിട്ടുള്ളതെന്നാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. മുൻപ് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് വമ്പൻ തുകയ്ക്ക് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സിന്റെ വിൽപ്പനയും നടന്നിട്ടുണ്ട്. 110 കോടിയാണ് ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സിന് മാത്രം വിറ്റുപോയിട്ടുള്ളത് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിന് കാരണം ചിത്രത്തിൽ ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും അഭിനയിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റു ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റൈറ്റ്സ് തുക ലഭിച്ച ചിത്രമായി കൽക്കി മാറാനുള്ള സാധ്യതകളുണ്ട്. കൽക്കിയുടെ വിജയത്തിനൊപ്പം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു തിരിച്ചുവരവ് പ്രഭാസിൻ്റെതാണ്. വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ സിനിമയിലെത്തി പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നേറിയ പ്രഭാസിന്റെ വിജയം പടിപടിയായിട്ടായിരുന്നു. ബാഹുബലി എന്ന സിനിമയിലൂടെ പ്രഭാസിന് ലഭിച്ച അംഗീകാരവും പ്രശസ്തിയും ബഹുമാനവുമെല്ലാം സ്വപ്നം കാണുന്നതിനും അപ്പുറമാണ്. തെലുങ്ക് സിനിമാ ലോകത്തെ നാഷണൽ ലെവലിലേക്ക് ഉയർത്തിയ നടനെന്ന നിലയിൽ പ്രഭാസിനോട് എന്നും തെലുങ്ക് സിനിമാ ലോകം കടപ്പെട്ടിരിക്കും. പക്ഷേ ഇപ്പോൾ പ്രഭാസിന്റെ കരിയറിന്റെ അവസ്ഥ ആരാധകരെ നിരാശപ്പെടുത്തുക തന്നെയാണ്. ഈശ്വർ എന്ന സിനിമയിലൂടെയാണ് പ്രഭാസിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം സംഭവിച്ചത്. സിനിമയിൽ എത്ര വലിയ പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും നിലനിൽക്കണമെങ്കിൽ കഴിവും ഭാഗ്യവും ഉണ്ടാവുക തന്നെ വേണം. അത് തിരിച്ചറിഞ്ഞ പ്രഭാസ് കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമയിൽ നിലനിന്നത്. വർഷം എന്ന സിനിമ അദ്ദേഹത്തിന് കരിയർ ബ്രേക്ക് നൽകിയിരുന്നു. രാജമൗലിയുടെ ഛത്രപതി എന്ന സിനിമ ആ സ്റ്റാർഡത്തിന് തിളക്കം നൽകുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് ഉയർച്ച താഴ്ചകൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രഭാസിന്റെ വളർച്ച. ഡാർലിംഗ്, മിസ്റ്റർ പെർഫെക്റ്റ് എന്നീ സിനിമകളിലൂടെ പ്രഭാസ് ആദ്യം കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു. രാഘവേന്ദ്ര, അടവി രാമഡു, ചക്രം, പൗർണമി, മുന്ന, ബുജ്ജിഗഡു, ബില്ല, ഏക് നിരഞ്ജൻ, റിബൽ തുടങ്ങിയ സിനിമകളിലൂടെ പ്രഭാസ് സ്വയം പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. മിർച്ചിയാണ് പ്രഭാസിന്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ. പിന്നാലെയാണ് ബാഹുബലി സിനിമകളിലൂടെ അപ്രതീക്ഷിതമായ രീതിയിൽ പ്രഭാസിന്റെ വളർച്ചയുണ്ടാകുന്നത്. പാൻ ഇന്ത്യൻ നടനെന്ന നിലയിൽ തെലുങ്ക് സിനിമാ ലോകത്തെ തന്നെ പിടിച്ചുയർത്തുകയായിരുന്നു പ്രഭാസ്. ഇതുവരെ ഒരു തെലുങ്ക് സൂപ്പർ താരത്തിനും തൊടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് അദ്ദേഹം റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു. തെലുങ്ക് സിനിമയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയ സിനിമയായിരുന്നു ബാഹുബലി. രാജമൗലി ഒരുക്കിയ അത്ഭുതത്തിലൂടെ ബോക്സ് ഓഫീസ് ചരിത്രം പ്രഭാസിന് വേണ്ടി തിരുത്തി എഴുതപ്പെട്ടു. ജപ്പാൻ, മലേഷ്യ, ചൈന, സിംഗപ്പൂർ, US എന്നിവിടങ്ങളിലൊക്കെ പ്രഭാസിന്റെ താരമൂല്യം കൂടി. ആ ഹൈപ്പിൽ നിൽക്കുമ്പോഴാണ് സാഹോ എന്ന സിനിമ വരുന്നത്. ബാഹുബലി താരത്തിന്റെ സിനിമ എന്നതിനാൽ ഗംഭീര സ്വീകരണം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമെല്ലാം സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ആ പ്രതീക്ഷ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചില്ല. സാഹോ പരാജയപ്പെട്ടു. എന്നാൽ അപ്പോഴും ആരാധകർക്ക് പ്രഭാസിനോടുള്ള ഇഷ്ടവും താരമൂല്യവും ഒന്നും ഇടിഞ്ഞില്ല. മറ്റൊരു ബാഹുബലിയുമായി പ്രഭാസ് ഉയർന്നു വരും എന്ന് തന്നെയായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ. പക്ഷേ ബാഹുബലി സൃഷ്ടിച്ച ഹൈപ്പ് പിന്നീട് ടച്ച് ചെയ്യാൻ മറ്റൊരു സിനിമയിലൂടെ പ്രഭാസിന് സാധിച്ചിട്ടില്ല എന്നതാണ്
സത്യം. സാഹോയ്ക്ക് ശേഷം വന്ന രാധേശ്യാം, ആദിപുരുഷ് എന്നീ സിനിമകളും പരാജയപ്പെട്ടു. സലാർ മെച്ചപ്പെട്ട അഭിപ്രായവും ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയെങ്കിലും ഒരു വൻ തിരിച്ചുവരവായിട്ടില്ല. ബാഹുബലിക്ക് മേലെ പോയാൽ മാത്രമേ പ്രഭാസിന് ഇനി കരിയറിൽ അടുത്ത ബ്രേക്ക് നേടാൻ സാധിക്കൂ. പ്രഭാസ് മത്സരിക്കേണ്ടത് പ്രഭാസിനോട് തന്നെയാണ്. കൽക്കിയാണ് ഇപ്പോൾ പ്രഭാസിന്റെ തിരിച്ചുവരവായി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സിനിമ.